പ്രശാന്തേട്ട, ഈ കൽക്കട്ടയിൽ വനിതാ ഡോക്ടർ, യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് ശേഷം മമതാ ബാനർജിയുടെ ഇമേജ് വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെ വലിയ പ്രക്ഷോഭം ഇപ്പോഴും നടക്കുന്നു. അത് നിയന്ത്രിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു നീക്കവുമായിട്ട് മമതാ ബാനർജി എങ്ങനെയും നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ ഡോക്ടറെ കൊലപാതകത്തിലെ പ്രതികളെ തൂക്കിക്കൊല്ലും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അവരെ തൂക്കിക്കൊല്ലാനാണ് എൻ്റെ പദ്ധതി. അപ്പോൾ ഇവിടെ കോടതിയുണ്ട്, നിയമ സംവിധാനമുണ്ട്, ഇതൊക്കെയുണ്ട്. ഇത് കേന്ദ്രം അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ പ്രസ്താവനയ്ക്കെതിരെ. അതുമാത്രമല്ല, വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി കത്തയച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൊലപാതകം ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അതിനെ മാനിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. നിയമവ്യവസ്ഥയെ തള്ളിപ്പറയല്ലേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അവരെ നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും മാനസിക ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സ്ത്രീയാണ്. വട്ടാണെന്നാണ്. കറക്റ്റ്. അവർ സൈക്കോ ആണ്. ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, വൈരാഗ്യ ബുദ്ധിയോടുകൂടി പറഞ്ഞതല്ല. അവിടെ പല പ്രവൃത്തികളും നമുക്ക് നോക്കുമ്പോൾ അവരെ ഒരു നല്ല ജനപ്രതിനിധിയൊന്നുമല്ല. അവർക്ക് പണത്തിനോടല്ല, അധികാരത്തോടുള്ള ഒരു ആർത്തി, വേറെ വല്ലാത്തൊരു വാശി. ഒരിക്കലും ഒരു പൊതു രാഷ്ട്രീയക്കാരന് ഉണ്ടാവേണ്ടതൊന്നുമല്ലത്. മനസ്സിലാവുന്നുണ്ട്. ഞാനാണ് വലുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ശരി, എൻ്റെ കീഴിലെല്ലാം ആവണം എന്നുള്ളൊരു വാശി. അത് ജനപ്രതിനിധിയായിട്ടും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നേതാവൊക്കെ ആണെങ്കിൽ അത് ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരാക്കി തരുന്നതാണ്. അല്ലാതെ സ്വേച്ഛാധിപതികളുടെ സ്വഭാവം ജനാധിപത്യ സംവിധാനത്തിനകത്ത് പറ്റത്തില്ലല്ലോ. ഇപ്പം ഏതാണ്ട് 3ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു അവർ മുഖ്യമന്ത്രിയാവുന്നത്. ഈ അവരുടെ ചെറുപ്പകാലം തൊട്ടേ നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തക, അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രവർത്തക, നല്ലൊരു എഴുത്തുകാരി, നല്ലൊരു പടം വരപ്പുകാരി ഒക്കെ ആയിട്ട് അവരെ കാണുന്നുണ്ട്. കാരണം അവരുടെ പുസ്തകങ്ങളുടെ റോയൽറ്റി തന്നെ കോടാനുകോടി രൂപ കിട്ടുന്നുണ്ട്. അപ്പം ഞാനീ പറയുന്നത്, കുറേ കാലങ്ങളായിട്ട് ഇവർ ഈ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അവർ എങ്ങനെ ആണ് അതിന് മുമ്പത്തെ പാർട്ടികൾ അവിടെ അധികാരം നിലനിർത്തിയിരുന്നത്, ആ അധികാരം നിലനിർത്തിയിരുന്ന രീതികളെയൊക്കെ വിമർശിച്ചാണ് ഇവർ അധികാരത്തിൽ വരുന്നത്. അതിനപ്പുറം ഇവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ ഏത് രീതിയെ കുറ്റപ്പെടുത്തിയോ ആ രീതി തന്നെ ഉപയോഗിച്ച് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി ഇപ്പം അവിടുത്തെ ജനപിന്തുണയിലല്ല ഭരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ സാങ്കേതികമായിട്ട് അവർ ഇലക്ഷനുകളിൽ ജയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ജയിച്ചു, അതിന് മുമ്പുള്ള നിയമസഭ ഇലക്ഷൻ ജയിച്ചു, അതിന് മുമ്പേ ജയിച്ചു. പക്ഷേ ഈ നിയമസഭ ലോക്സഭ ഇലക്ഷനുകളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ് അവർ കൊണ്ടുവന്നത്. അതായത് യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് മൊത്തത്തിൽ വന്ന് ഭയമില്ലാതെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി പോകാനുള്ള ഒരു സാഹചര്യം ഇന്ന് പശ്ചിമ ബംഗാളിലില്ല. അതിനാണ് ഏറ്റവും അവസാനം ലോകം നടുക്കുന്ന ഒരു ക്രൂരത അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു PG വിദ്യാർത്ഥിക്ക് സംഭവിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ PG വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ഒരാൾ മദ്യപിച്ചിട്ട് കയറി വന്ന് അന്നേരം തോന്നിയ ഒരു കാമഭ്രാന്തിന് ചെയ്തതൊന്നുമല്ല. ആ കുട്ടി അവിടെ പഠിക്കുമ്പോൾ ആ കുട്ടി ചില കണ്ടെത്തലുകൾ നടത്തുന്നു. അവിടുത്തെ ചില മാഫിയകൾ അവിടെ വിലസന്തായിട്ട് കാണുന്നു. അത് അവയവ മാഫിയവും മരുന്ന് മാഫിയവും ഒക്കെ ആണെന്ന് മനസ്സിലാവുന്നു. ഇത് അറിയാതെ, അല്ലെങ്കിൽ അവിടുത്തെ അതോറിറ്റിയും പ്രിൻസിപ്പളും അവിടുത്തെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഡോക്ടർമാരും പ്രൊഫസർമാരും അറിയാതെയാണ്, അല്ലെങ്കിൽ ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണെന്ന് കണ്ട് ഈ കുട്ടി ഇത് തുറന്നു പറച്ചിൽ നടത്തുന്നു. ഈ തുറന്നു പറച്ചിൽ ഇവരുടെ എല്ലാം ഈ മാഫിയ ബന്ധവും അതിൽ നിന്ന് കിട്ടുന്ന പണവുമൊക്കെ തടയുന്നതെന്ന് കണ്ട് ഒരാളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഉപയോഗിച്ച് വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം കൊന്ന ഒരു കേസാണ്. ആ കേസിനകത്ത് മമതാ ബാനർജിയുടെ പാർട്ടിക്കാർക്കും ഒരുപക്ഷെ ഈ മാഫിയയുമായിട്ട് മമതയ്ക്കയുടെ പാർട്ടിക്കുമുള്ള ബന്ധത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മമതയ്ക്ക് അധികാരത്തിൽ നിന്ന് പോയാൽ ഒരുപക്ഷെ മമത ഇനി അധികാരത്തിൽ തിരിച്ചു വരത്തില്ല എന്നുള്ളതിനപ്പുറം എന്നേക്കുമായിട്ട് അകത്തു പോകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും, കൃത്യമായ രീതിയിൽ അന്വേഷണം പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം മമത ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി അതിൻ്റെ വലിപ്പം മനസ്സിലാക്കി കോടതി ഇടപെട്ട് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ സുതാര്യമായ അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെയാണ് സ്ത്രീ പോകുന്നത്. ഈ സമരം
ഇത്തരത്തിലൊരു സ്ത്രീയുടെ സമരം, അതിനകത്ത് ദുരൂഹത നീക്കണം, ആ കൊലപാതകം ക്രൂരമാണ്, പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും കൂട്ടാക്കാതെ അതിന് ഈ സ്ത്രീ, മരിച്ചുപോയ സ്ത്രീക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിനൊപ്പം ക്രിമിനൽസിനെ വിളിച്ചുകൊണ്ട് അതിന് അധികാരപ്പെട്ട മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ഒക്കെ ഈ സ്ത്രീ റോഡിലിറങ്ങി ആൾക്കാരെ തിരിതിരിപ്പിക്കുന്ന നമ്മൾ കണ്ടത്. അതായത് അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരവസ്ഥ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ക്രിമിനൽസിനെ കൂട്ടുപിടിച്ച് നാട്ടിലൊട്ടാകെ എനിക്കെതിരെ നീങ്ങിയാൽ ഞാൻ ഇവരെ ഉപയോഗിച്ച് നിങ്ങളെ അടിച്ചമർത്തുമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സന്ദേശമൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് പൊതുജനത്തിനിടയ്ക്ക്. അപ്പം ഇവർ നേരത്തെ ഈ പ്രസ്താവന ഇറക്കി, ജോൺ കണ്ടില്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ ഈ വാർത്ത വന്നെങ്കിലും 7 ദിവസത്തേക്കാവും ഞാൻ തൂക്കിക്കൊല്ലും ഇനി ബലാത്സംഗം നടക്കുന്ന ആൾക്കാരെ. എങ്ങനെ തൂക്കിക്കൊല്ലാൻ പറ്റും? ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമാണ് അവരുടെ സംസ്ഥാനം. ഇന്ത്യക്ക് മൊത്തത്തിലൊരു നിയമമുണ്ട്. ഏത് കുറ്റം ചെയ്ത ആളാണെങ്കിലും ആ കുറ്റവാളിയെ പിടിച്ചതിന് ശേഷം ആ കുറ്റവാളിയിൽ ആ കുറ്റം ആരോപിക്കപ്പെട്ട് അതിന് തെളിവുകൾ കൊണ്ട് കോടതിയാണ് ശിക്ഷിക്കുന്നത്. അല്ലാതെ രാജ്യഭരണമോ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണമോ ഒന്നുമില്ല തലവെട്ടിക്കളയാനും ശിക്ഷിക്കാനും ഒക്കെ. അപ്പോൾ ഇവർ ഈ പറയുന്നതും വേണമെങ്കിൽ ഇവർ നാളെ ചെയ്യുകയും ചെയ്യും. ഈ പെണ്ണുപിള്ള വേണമെങ്കിൽ അവനെ പിടിച്ച് നിർത്തി കഴുത്ത് കെട്ടിക്കളയും ആൾക്കാരിടയ്ക്ക് വെച്ച്. അതായത് ഈ നമ്മുടെ അഫ്ഗാൻ ഗവൺമെൻറ്റൊക്കെ കാണിക്കുന്നത് പോലെ ആ ഒരു ശൈലിയിലേക്കാണല്ലോ ഇവർ പോകുന്നത്. അതായത് ഇസ്ലാമിസ്റ്റുകളുടെ കീഴ്പ്പെട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ പോകുന്നു. അവരുടെ രീതികൾ ഇവർ അവലംബിക്കാൻ തുടങ്ങുന്നു. തമാശയായിട്ട് കാണേണ്ട കാര്യമില്ല. അവർ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബംഗ്ലാദേശാണ്. ആ ബംഗ്ലാദേശിനെ അല്ല, അവർ ബംഗ്ലാദേശിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ബംഗാളിനെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ബംഗാൾ ഒരു രാജ്യമാക്കി ആ രാജ്യത്തെ പ്രധാനമന്ത്രിയും അവരുദ്ദേശിക്കുന്ന നിയമങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബംഗാളിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്ന ഈ സൈക്കോ ആയതുകൊണ്ട്, എൻ്റെ കണക്കുള്ളതാണ്, സൈക്കോ ആയതുകൊണ്ട് ഇത് ഇന്ത്യയുടെ കീഴിലൊന്നുമല്ല, ഇത് സ്വതന്ത്ര ബംഗാളാണ്, എനിക്കിവിടെ എന്ത് നടത്താം, എനിക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം, എനിക്ക് കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് ഞാൻ പറയുന്ന പോലെ ആകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്തുമായാലും അവരുടെ മാനസിക നില, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മാനസിക നില കറക്റ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് പരിശോധിക്കണമെന്ന് പണ്ട് ചാണക്യൻ വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യം നശിച്ചു എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് സ്ഥിരബുദ്ധി ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരാളിനെ 7 ദിവസത്തേക്കാവും ഞാൻ തൂക്കിക്കൊല്ലും, ഇനി ബലാത്സംഗം ചെയ്യുന്നവരെല്ലാം തൂക്കിക്കൊല്ലും. അല്ലെങ്കിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പ്രതിയാക്കപ്പെട്ട ആള് യഥാർത്ഥ പ്രതിയാണോ എന്നുള്ളത് തന്നെ നമുക്ക് അതല്ല ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ തെളിവ് നമ്മുടെ നിയമത്തിന്റെ അയാൾ സമ്മതിക്കത്തില്ല. നിയമത്തിന്റെ അനുസരിച്ച് നമ്മൾ ആ തെളിവുകൾ കോടതിയിൽ കൊടുത്ത് കോടതി അത് ഒത്തുനോക്കി, നമുക്ക് നിയമമുണ്ടല്ലോ, എല്ലാം നിയമത്തിന്റെ വഴിക്കല്ലേ നടക്കും. പല പരിഷ്കൃത രാജ്യങ്ങളും ഈ വധശിക്ഷ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു കാര്യം ഈ പലപ്പോഴും നമ്മൾ ഈ അടുത്തും ഒരു വാർത്ത വന്നതാണ്. കാരണം 20-30 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തെളിയിക്കപ്പെടുന്നത് അയാളല്ല. പല ആളുകളെയും കൊന്നിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷം കഴിഞ്ഞ് വേറെ ആളുകൾ വന്ന് പറയാം അയാളല്ല, ഞങ്ങളായിരുന്നു ചെയ്തത്. അപ്പോൾ ആ നിരപരാധിയായ ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും വധശിക്ഷ വേണ്ട, ആജീവനാന്ത ജയിലിൽ കിടക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഒരാളെ ഒരു പ്രതിയെ ഇങ്ങോട്ട് കിട്ടുന്നു, ഈ അയാളാണ് പ്രതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അവനെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ആരെയും പ്രതിയാക്കുന്ന ഒരവസ്ഥ, അവർക്കെതിരെ കുറ്റം ആരോപിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇത് നമുക്ക് തിരിച്ചു പറയാനൊന്നും പറ്റത്തില്ല. നമ്മളിത് പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് അയാളോട് വൈരാഗ്യം തോന്നും, അയാളെ തൂക്കിക്കൊള്ളണം, അയാൾ ചെയ്ത ക്രൂരകൃത്യം ആരോ ചെയ്തിട്ട് പോയതായിരിക്കും. പ്രഷർ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാര് പ്രമാദമായ കേസുകളിൽ വലിയ പ്രഷർ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിയെ അവർക്ക് വേണം, വേറെ പ്രതിയെ വേണം. വളരെ ക്രൂരമായിട്ട് അവരെ തെളിവുണ്ടാക്കി അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന രീതികൾ നമ്മൾ പല കേസുകൾ നമുക്ക് സംശയമായിട്ട് വന്നിട്ടുണ്ട്, പല കേസുകൾ നമ്മൾക്ക് അറിയാവുന്നതായിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇയാൾ കുറ്റവാളി അല്ലെന്നല്ല, ഇവനെ തൂക്കിയും കൊള്ളണം. പക്ഷെ അതിന്റെ ആ തൂക്കിക്കൊല്ലുന്നതിന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിച്ചേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മമതാ ബാനർജിയുടെ അന്നേരത്തെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ ഒരാളെ തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ചാൽ, മമത വിചാരിക്കുന്ന പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്താണ്, അല്ലാതെ മമതയുടെ കീഴിലുള്ള സ്വതന്ത്ര ബംഗാൾ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. ഈ സ്ത്രീക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവരെ കളിയാക്കാൻ വേണ്ടി തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ പല ചെയ്തികളും പല വർത്തമാനങ്ങളും പല രീതികളുമൊക്കെ
ഒന്നുകിൽ അവർ കൃത്യമായ ഒരു ടെററിസ്റ്റ് മനോഭാവത്തിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തലക്ക് സുഖമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ഒരു ഭരണാധികാരിക്കും ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഒരു രാഷ്ട്രീയക്കാരനും പ്രവർത്തിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ നടന്നു നീക്കാൻ പറ്റുന്ന മേഖലയിലൊന്നുമല്ല മമത നടന്നു നീങ്ങുന്നത്. വ്യത്യസ്തമായ ഒരു മേഖലയിലാണ്. അവർക്ക് ഒന്നുകിൽ വട്ടാണ്, അല്ലെങ്കിൽ അവരൊരു സ്വേച്ഛാധിപതിയായിട്ടും ഒരു ടെററിസ്റ്റായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.